നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേരെന്താ? പള്ളിക്കത്തോടോ? ഏതാ സ്ഥലം? പള്ളിക്കത്തോട്, കോട്ടയം ജില്ല പള്ളിക്കത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ആളിനെ കൊണ്ട് തന്നെ ഒരു വണ്ടി കിടക്കുന്ന ഒരു വണ്ടി എങ്ങനെ എടുത്തൊരു വണ്ടി റോഡിലൂടെ ഓടിക്കാൻ കൃത്യമായിട്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആളിനെ കൊണ്ട് തന്നെ കാണിപ്പിച്ചു തരാം. ആദ്യം വാഹനത്തിൽ കയറുന്ന ഓരോന്ന് ചെയ്യേണ്ടതുണ്ട്. ചെയ്തതിന് ശേഷം നമ്മൾ കിടക്കുന്ന വണ്ടി ഫസ്റ്റ് ഗിയർ ആണെന്ന് കൃത്യമായിട്ട് നോക്കണം. കാരണം കിടക്കുന്ന വണ്ടി ഫസ്റ്റ് ഗിയർ അല്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കുമ്പോൾ ഓഫായി പോയി. ഫസ്റ്റ് ഗിയർ വിട്ട് ഹാൻഡ് ബ്രേക്കും എല്ലാം മാറ്റി ഒന്ന് നോക്കണം, ശ്രദ്ധിക്കണം വണ്ടിക്കകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന്. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കി ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിലോട്ട് പതിയെ എടുത്ത് കയറി. കണ്ടാ, പതിയെ ഫസ്റ്റ് ഗിയർ തന്നെ കയറി. കാരണം സ്വല്പം ഈ വണ്ടി പോയി എന്ന് പറഞ്ഞാലും ബാക്കിലായതുകൊണ്ടാണ് ആ വണ്ടി എന്ത് ചെയ്തത് എടുത്തത്. അല്ലാതെ അടുത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, എടുക്കുക. കാരണം നമ്മൾ മിററിൽ നോക്കുമ്പോൾ വണ്ടി അടുത്ത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് എടുക്കരുത്. മിററിൽ നോക്കുമ്പോൾ വണ്ടി ദൂരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി റോഡിലോട്ട് കയറ്റാം. ഇത് കണ്ടില്ല, ഒരു വളവിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് തന്നെ പോവുക. കൃത്യമായിട്ട് ആണ് പോകുന്നത്. കണ്ടാ, നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് തന്നെ എന്ത് ചെയ്യാം, വണ്ടി ആദ്യമേ ഓടിക്കുക. നമ്മളെ എല്ലാ ഗിയറും ഇട്ട് ഓടിക്കാൻ ശ്രമിക്കരുത്. നമുക്കിപ്പോ ഫസ്റ്റും സെക്കൻഡും നമുക്ക് ഇടാമോ, നമുക്ക് ഫസ്റ്റും സെക്കൻഡും ഇടാൻ പറ്റുള്ളൂ, ആ ഗിയർ തന്നെ ഇടും. ഇപ്പൊ ആള് ഫസ്റ്റിൽ തന്നെ അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ, സൈഡ് തന്നെ പോകുന്നു. വളവൊക്കെ ആയതുകൊണ്ട് ആ ഫസ്റ്റ് തന്നെ പോകുന്നു, സൈഡ് തന്നെ ചേർന്ന് തന്നെ പോകുന്നു. ഇപ്പം ആളിന് അനുസരിച്ച് ആളിന് തോന്നുമ്പോ എന്ത് ചെയ്യും, ആളിനിടാൻ പറ്റും. അതായത് എനിക്കത് നിയന്ത്രിക്കാൻ കഴിയും, എനിക്കിപ്പോ ഞാൻ സെക്കൻഡ് ഇട്ടാലും നിയന്ത്രിക്കാൻ കഴിയും എന്ന് തോന്നിയാൽ മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടാവൂ. അല്ലാതെ ഈ റോഡിൽ ഇപ്പൊ ഇവിടെ സെക്കൻഡ് ആണോ ഇടേണ്ടത്, ഇവിടെ തേർഡിലാണോ പോകേണ്ടത്, അല്ല ഇവിടെ ഫസ്റ്റിൽ തന്നെ പോകണോ, അല്ലെങ്കിൽ ഗിയർ മാറണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ മുന്നോട്ട് നോക്കി ഓടിക്കുന്ന സമയത്ത് നമുക്ക് കംഫർട്ടബിൾ ആണ്, ഗിയർ ഇടാൻ പറ്റും എന്ന് തോന്നിയാൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഗിയർ ഇട്ടാൽ മതി. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യരുത്, വണ്ടിയിലോട്ട് കയറി ഇരിക്കുക, ഫസ്റ്റ് ഇട്ടു, സെക്കൻഡ് ഇട്ടു, തേർഡ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചിലപ്പം ഒരു വണ്ടി എന്ത് ചെയ്യും, നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് വണ്ടികൾ വരാം. ഈ വണ്ടികൾ വരുമ്പോൾ ചിലപ്പോൾ തേർഡ് ഗിയറിലെ ഫോർത്ത് ഗിയറിലാകും. അന്നേരം പെട്ടെന്ന് ഒരു വണ്ടി ഇതുപോലെ ക്രോസ് കയറി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് വെപ്രാളം പിടിച്ച് നിങ്ങൾ തേർഡ് ഗിയറിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ബ്രേക്കിലൊക്കെ ചവിട്ടും. കാരണം നമ്മളെ ആ വണ്ടി ഇടിക്കാൻ വരുന്നല്ലോ എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടും. എന്ത് ചെയ്യും, വണ്ടി ഇടിച്ച് ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഗിയർ ഡൗൺ ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നിങ്ങൾ വെപ്രാളത്തിൽ പിടിച്ച് ബ്രേക്ക് ചവിട്ടി വണ്ടി ഓഫായി പോകും. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ആ ക്ലച്ചും ബ്രേക്കും ചവിട്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയർ മാറാനും ശ്രദ്ധിക്കത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു വണ്ടി കിടക്കുമ്പോൾ നിങ്ങൾ ആദ്യം അഡ്വാൻസ് തന്നെ ബായിക്ക് നോക്കണം, വണ്ടി വരുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി വണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് ആക്കിയിട്ട് പിന്നെ ഈ വണ്ടിയെ പാസ് ചെയ്തിട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കുക. കണ്ടോ, ഇപ്പം ചെയ്തതുപോലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ അങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയർ തന്നെയാണോ പോകുന്നത്, ഫസ്റ്റ് ഗിയർ തന്നെ പോവാ. സെക്കൻഡ് ഗിയർ ഇടാൻ പറ്റുമോ, സെക്കൻഡ് ഗിയർ ഇടുക. അങ്ങനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാവോ, നിങ്ങൾ ഓടിക്കുക. അല്ലാതെ 4 ഗിയർ 5 ഗിയർ ചാടി വരുമ്പോൾ ഇടരുത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ആ സ്പീഡുകളൊക്കെ കുറയ്ക്കുക. കാരണം ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ ആകുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം വളവുകളുള്ള സമയത്തൊക്കെ നിങ്ങൾ കൂടുതലും ഫസ്റ്റിലോ സെക്കൻഡിലോ ഓടിക്കാൻ ശ്രമിക്കുക. നിങ്ങളുള്ള ഗിയറുകളെല്ലാം കൂടെ വലിച്ചിടരുത്. അപ്പം നമുക്ക് നല്ല കംഫർട്ടബിൾ ആവുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ തേർഡ് ഗിയർ ഒക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാവൂ. അല്ലാതെ പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ എപ്പോഴും ഗിയർ ഇട്ട് ഓടിക്കരുത്. എന്താ, ആള് കറക്റ്റായിട്ടാണ് ആളിന് ഓടിച്ചോണ്ട് പോകുന്നത്. ഇപ്പൊ നമ്മളിപ്പം ഒരു ഏകദേശം ഒരു കിലോമീറ്ററോളം വന്നില്ലേ 1 കിലോമീറ്ററോളം നമ്മളിപ്പോ വന്നു. ഇപ്പം ഈ 1 കിലോമീറ്ററോളം നമ്മളിപ്പോ എന്താണോ ചെയ്യുന്നത് അതേ ഉള്ള അടുത്ത 1 കിലോമീറ്ററും ചെയ്യാനുള്ളൂ. കാരണം നമ്മുടെ കൺമുമ്പിൽ എന്താണോ ചെയ്യാനുള്ളത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ല നമ്മളിപ്പോ ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന, അപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് എടുക്കുന്ന എന്ത് ചിന്തിക്കും, അപ്പുറത്ത് ഒരു 100 മീറ്റർ നമ്മുടെ ജംഗ്ഷൻ, കവല, അല്ലെങ്കിൽ ടൗണ്, അല്ലെങ്കിൽ വണ്ടികൾ ഒരുപാട്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ആർത്തോണ്ട് എന്ത് ചെയ്യും, അയ്യോ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ ചെല്ലുമ്പോൾ വണ്ടികൾ ഒരുപാട് വരുമ്പോൾ തിരിക്കണോ, ഗിയർ ഇടണോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടിയെ കയറാൻ പോലും പേടി ഉണ്ടാകുന്നത്. നിങ്ങളുടെ കൺമുമ്പിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു 50 മീറ്റർ 100 മീറ്റർ കാണാം. ആ 100 മീറ്ററിൽ ഞാൻ എന്താണോ ചെയ്തു കൊടുക്കുക, ഈ 100 മീറ്റർ എന്നുണ്ടാ അങ്ങ് എൻ്റെ വരെയും കാണാം. അവിടെ വരെ ചെയ്തു കൊടുക്കാനുള്ള ശേഷം അവിടെ വന്നു, അതിനുശേഷം അടുത്ത 100 മീറ്റർ കണ്ടു കേട്ടാ, അവിടെ ചെയ്തു കൊടുക്കാനുള്ളത് വീണ്ടും ചെയ്തു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്തേക്കോ അവിടെ ഒരു വളവാണ്, ആ വളവിന് വരുമ്പോൾ ഒരു വണ്ടി വരുന്ന സമയത്ത് ബസ്സാ, അയ്യോ വലിയ വണ്ടിയാ, പെട്ടെന്ന് സ്പീഡിൽ വരുന്ന വണ്ടിയാ. പിന്നെ ചിലർ പറയും KSRTC വണ്ടിയാ, അയ്യോ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് KSRTC വണ്ടിയാ. എന്നിട്ട് KSRTC വണ്ടി ആ വളവിന് ചെല്ലുമ്പോൾ ആ മിക്കവാറും വളവുകളിൽ വെച്ചാ വണ്ടി കാണുന്നത്. അയ്യോ വണ്ടിയിൽ ഇരിക്കുമ്പോഴാണല്ലോ വണ്ടി വളവിനൂടെ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. എനിക്കപ്പോൾ അത് കാണുമ്പോൾ പേടിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ടിയെ കയറാൻ പോലും പേടി മാറത്തില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കണ്ണിൽ കാണുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക,
ചെയ്തു കൊടുക്കാനുള്ളത് ചെയ്തു കൊടുക്കാം. അപ്പൊ ഒരുമാതിരി നല്ല കയറ്റമാണ് അല്ലേ? ഇപ്പൊ ഈ ആളിന്റെ പ്രശ്നം ഭയങ്കര കയറ്റത്തിന് പ്രശ്നം, അതുപോലെ തന്നെ വളവുകൾക്ക് പ്രശ്നം, അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് പണ്ടിട്ടുണ്ട്. ഇതുപോലെ ആള് വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, ആളിനെ തട്ടും എന്നുള്ള പേടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഇതിപ്പോ ലൈവായിട്ട് ഇടാനുള്ള കാരണം ഓടിക്കുന്നത് കാണിച്ചു തരാം, ഓരോരുത്തരെ പഠിപ്പിക്കുന്നതായിട്ടൊന്ന് കാണിച്ചു തരാം. അങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ് ഞാൻ ഈ ലൈവായിട്ടൊക്കെ വീഡിയോ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ അതിനുള്ള ട്രിക്കും ടിപ്സുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. കാരണം പലർക്കും ആ ടിപ്സും ട്രിക്കും കൃത്യമായിട്ട് ടിപ്സും ട്രിക്കും അറിയാത്തത് കൊണ്ടാണ് വണ്ടി ഓടിക്കാൻ പാടാ. എന്താണ് ട്രിക്കും ടിപ്സും എന്നുള്ളത് ഞാൻ വീഡിയോയുടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരാടെ മിസ്റ്റേക്ക് അല്ല വേറൊരാടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക്. അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് വാഹനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അറിയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ടല്ല, ഞാൻ ആളിന്റെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ പലർക്കും ഇതുപോലുള്ള ജംഗ്ഷനുകൾ വരുമ്പോൾ ഒരു റോഡ് മേളിലോട്ട് ഒരുപാട് താഴോട്ട് കിടക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വണ്ടികൾ വരുമ്പോഴേ ജംഗ്ഷൻ വരുമ്പോഴേ ആളുകൾക്കുള്ള പ്രശ്നങ്ങൾ ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഈ ആളിന്റെ മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടാണ് ഈ ആളും ഓടിക്കുന്നത്. ഞാനിപ്പോ 2, 3, 4 ദിവസമായിട്ട് ഇപ്പൊ ഇതേപോലെ തന്നെ ആൾക്കാരെ ഓടിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇടുന്നു. അപ്പം നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പ്രായം നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രശ്നമല്ല. കാരണം പലരും നമ്മളെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല, കാരണം ലൈസൻസ് എടുത്തതിന് ശേഷം 3-4 പേരുടെ പ്രാക്ടീസിനൊക്കെ പോയതല്ലേ, അപ്പൊ പ്രായം കൊണ്ട് പറ്റില്ല, ഇനിയിപ്പൊ നിർത്തിക്കോ. പലരും ഉപേക്ഷിച്ചവരുണ്ട്, വീട്ടിൽ തന്നെ ഉള്ളവർ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരെ. കാരണം നിന്നെ കൊണ്ട് സാധിക്കില്ല, അവർ നിർത്തി കാണും, മടുത്ത് കാണും നിങ്ങളെ പഠിപ്പിച്ച്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ എന്ന് പറഞ്ഞ ഒരു പ്രായമേ ഒരു പ്രശ്നമല്ല. കാരണം നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ, നമ്മളെ ഇപ്പൊ മടിപ്പിക്കുന്നവരോട് തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അപ്പുറത്തുള്ള അപ്പച്ചൻ അല്ലെ അമ്മച്ചി ഇത് എത്ര വയസ്സുണ്ട്, അതുകൊണ്ട് അവർ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നു എന്ന് വണ്ടി കാണിച്ചു കൊടുക്കണം നമ്മള്. അപ്പൊ നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല, നമ്മളെ മടിപ്പിക്കുന്നതാണ്, നമ്മൾ മടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയല്ല. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിന് വിളിക്കണം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, വീഡിയോ കാണുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, വണ്ടി ഓടിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും, നിങ്ങൾക്ക് ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ജില്ല ഏതാണ് നിങ്ങൾ കരുതേണ്ട. കാരണം പലരും വിളിച്ചു ചോദിക്കും ഞങ്ങളുടെ ജില്ലയിൽ വരുമോ. നിങ്ങൾ കേരളത്തിലാണോ, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും ഞാൻ വരും. നിങ്ങളെ സ്വന്തം വാഹനത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ പറഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ വീഡിയോ പിടിക്കുമോ എന്നൊക്കെ വളരെ ഒരു ധാരണയുണ്ട്. വീഡിയോ പിടിച്ചാലോ എന്ന് ഞാൻ ആരും നിർബന്ധിച്ച് വീഡിയോ ഇടാറില്ല. അപ്പൊ അത് കൊടുത്ത് നിങ്ങൾക്ക് ക്ലാസ്, അതായത് വണ്ടി ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്ക് ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വണ്ടി ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.